മദ്യം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും. സർക്കാർ തന്നെ നമുക്ക് ബിവറേജ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഒരു വീക്കെൻഡ് ആകുമ്പോ 2 അടിക്കണം എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരികളും എല്ലാം മധ്യവയസ്കരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ആ ഒരു പോഡ്കാസ്റ്റിൽ കണ്ടത് ഈ ആൽക്കഹോളില് നമ്മൾ ടെക്കില യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പല്ലിനും മോണക്കും നല്ലതാണ്. അതായത് ഈ മദ്യത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടെക്കിലയാണ് നമ്മുടെ പല്ലിന് നല്ലത് എന്ന് കണ്ടിട്ടുണ്ട്. ശരിയാണ്. ഇപ്പോ നമ്മളിപ്പോ അങ്ങനെ പറയുന്ന വെച്ചാല് വിഷങ്ങളിൽ ഏറ്റവും കുറവ് വിഷം എന്നുള്ള രീതിയാണ് അത്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ടെക്കീല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല്ലിന് നല്ലത് എന്നില്ല. ഏറ്റവും കുറവ് ഡാമേജ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് അറിയാൻ നമ്മുടെ കയ്യില് തെളിവുകളില്ല. ബട്ട് ഐ ക്യാൻ സിംപ്ലി സേ വെൻ ഇറ്റ് ഈസ് ആൽക്കഹോൾ. ഈവൻ ഇൻ മൗത്ത് വാഷിൽ നമുക്ക് ആൽക്കഹോൾ ഇഷ്യൂ ഉള്ളപ്പോഴാണ് ഡ്രൈ മൗത്ത് ഉണ്ടാവുന്നത്. നമുക്ക് എന്താ പറയാ, നമ്മുടെ ടൂത്തിന് മുകളിലുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സലൈവ വരുന്നതും ഒക്കെ ഡ്രൈ ആവുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. പല്ല് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലസ് ടെക്കീല ഒക്കെ നേരിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ചിലപ്പം മേ ബി കുറച്ചധികം കോക്ടെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം. അവരുപയോഗിക്കുന്ന കാലറീസ് കൂടുതലാണ്. അതിന്റെ മുകളിലുള്ള കാർബോഹൈഡ്രേറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ പല്ലിന്റെ മുകളിലുള്ള ആസിഡിക് ചേഞ്ചസ് ഉണ്ടാവുന്നത് കൂടുതലായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എനിത്തിങ് സയൻസ് ബാക്ക്ഡ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ടെക്കീല ഉപയോഗിച്ചാൽ കുറവ് ഇത് എന്ന് പറയുന്നതായിരിക്കും. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് സെൻസിബിൾ. പക്ഷെ ആസ് എ ഡെന്റിസ്റ്റ് ഐ വുഡൻ സജസ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ടെക്കീല ഈ കൂട്ടത്തിൽ ഉപയോഗിച്ചാൽ പല്ലിന് ഡോക്ടർ പറഞ്ഞു ടെക്കീല ഉപയോഗിച്ചാൽ പല്ലിന് നല്ലതാ. ഞാൻ ഡോക്ടർ പറഞ്ഞോണ്ട് പുള്ളി ഇപ്പൊ ദിവസം 2 ഷോട്ട് ടെക്കീല കഴിക്കുന്നുണ്ടെന്ന് എന്റെ അടുത്ത് ആരും പറഞ്ഞോണ്ട് വരരുത്. ഞാൻ ഈ പറഞ്ഞേക്കുന്നത് ബേസിക്കലി ഇൻ ജനറലി വെൻ യു സേ ഇറ്റ് ഈസ് ആൽക്കഹോൾ, സോ അതുകൊണ്ട് തന്നെ വായിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ആൽക്കഹോൾ കാരണം ഉണ്ടാവുന്ന ചേഞ്ചസ് അതിനും ഉണ്ടാവും. അപ്പം അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അറിയാൻ പോകുന്നില്ല. നമുക്ക് അതിന്റെ നെഗറ്റീവ് എഫക്ട് മാത്രമേ കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. സോ എനിക്ക് ആ ഒരു ഇൻഫർമേഷനെ എനിക്ക് ഒട്ടും സപ്പോർട്ടീവായിട്ട് പറയാനില്ല. ബിക്കോസ് ആൽക്കഹോൾ യൂഷ്വലി ഉണ്ടാക്കുന്ന ഡ്രൈ മൗത്തും ആൽക്കഹോൾ ഉണ്ടാക്കുന്ന അസിഡിക് ചേഞ്ചസും ഒക്കെ ടെക്കീലയ്ക്കാണെങ്കിലും വിസ്കിക്കാണെങ്കിലും ബ്രാൻഡിക്കാണെങ്കിലും ഉണ്ടാവും. അത് തമ്മിൽ ഭേദം എന്ന് പറയാനുണ്ടോ എന്നുള്ളത് പോലും എനിക്ക് പറയാൻ ഇല്ല. ഐ ഫീൽ ഐ ഡോണ്ട്, ദാറ്റ്സ് നോട്ട് എ സയൻസ് ബാക്ക്ഡ് സ്റ്റഫ്. ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ദാറ്റ് ജസ്റ്റ് സെഡ് കമ്പാരിറ്റീവ്ലി അതാണ് കുറവ് എന്തോരം കുറവെന്നും നമുക്ക് പറയാനില്ല. So I don't think it is anything sensible.